നമ്മളങ്ങനെ നമ്മുടെ പട്ടായിലുള്ള ഹോട്ടൽ മുറിയിൽ നിന്ന് ഫ്രഷപ്പായി ഇതാ പുറത്തിറങ്ങിയിരിക്കണം. സമയം ഏതാണ്ട് 3-3:30 ആയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം ലൈറ്റായിട്ടൊന്ന്. നമുക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ എല്ലാവിടെയും കറങ്ങി വന്നിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ ജിപ്സി കേട്ടോ. ഇവിടെ സുസുക്കി സാമുറായി എന്നൊക്കെയാണ് ഇതിൻ്റെ പേരുണ്ടാവുക. ഇവിടെ കാണുന്നില്ല. എന്തായാലും ഒരു വീട്ടിൽ ലേഔട്ടിൽ ഉള്ളിൽ നിർത്തിയിരിക്കുന്ന വണ്ടി കേട്ടോ. പുറത്തുനിന്നുള്ള എല്ലാ ടൂറിസ്റ്റും നന്നായി ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പഴക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ പട്ടായ പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ രാത്രി ഹാപ്പനിങ് പ്ലേസ് ആട്ടോ. ഒരുപാട് പബ്ബുകളും ബാറുകളും എല്ലാം ഉണ്ട്, മസാജിങ് സെൻറ്ററുകൾ എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഹോട്ടലിനടുത്തുള്ള ഒരു ചെറിയ ലേഔട്ടാണ്. ഇതുപോലെയുള്ള ലേഔട്ടുകളിൽ എല്ലാവിടെയും ഇതുപോലെയുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ടാവും. അവിടെയെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യണം. രാത്രിയാണ് ഇവിടെയൊക്കെ ആക്റ്റീവ് ആവുക. പകൽ അത്ര പോരാ. എന്നിരുന്നാലും നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചകളും ഫുഡുകളും എല്ലാം അടിപൊളിയാണ്. പകൽ ഇവിടെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ ഇതൊക്കെ ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടത്ത് കാണണ്ടേ. അപ്പോൾ പകൽ കണ്ടു കഴിഞ്ഞാൽ വൃത്തിയായി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം. ജ്യൂസിനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഓരോ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 20 ബാത്താണ് ഒരു ഗ്ലാസ്സിന് അവർ പറയുന്നത്. മിക്സഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇവിടെ എല്ലാ തരം ഉണ്ട്. അപ്പോൾ ആൻറ്റി നമുക്കിങ്ങനെ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഫാർമസി കടകളും ബാക്കിയുള്ള കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഹോട്ടലും തട്ടുകടകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. കൂടുതലായിട്ടും ഇവിടെ എല്ലാവരും ഫ്രൂട്ട്സാണ് കഴിക്കുക. കാരണം ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഫോറിനേഴ്സായ അവരോടതെ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഇവിടുത്തെ ചെറുപഴം കണ്ടോ ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട്. ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 50 ബാത്ത് മുതൽ 180 ബാത്ത് വരെയൊക്കെയാണ്. അതായത് നാട്ടിൽ 250-300 രൂപയൊക്കെയാണ് പഴത്തിൻ്റെ വില ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതും വാങ്ങിച്ച് ജ്യൂസും വാങ്ങിച്ച് ഇതാ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. സൈഡിലുള്ള കടകളും എല്ലാ സോവറിൻ ഷോപ്പുകളും എല്ലാം കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ഒരു ആൻറ്റി നിന്നിട്ട് ഇങ്ങനെ മീറ്റ് എന്തോ ചുട്ടെടുക്കുന്നുണ്ട്. ചിക്കനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും ജ്യൂസ് ഉള്ള സ്ഥിതിക്ക് അത് കഴിക്കുന്നില്ല. എന്തായാലും ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കാട്ടോ. ഇവിടെയൊക്കെ വേറെ തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. നോ മസാജ് ആംഗ്രി വൈഫ്. ഇതൊരു മസാജിങ് സെൻ്ററാണ് കേട്ടോ. അതിനിപ്പോൾ മുന്നിലായിട്ട് ഇരുന്ന് കുറേ പെൺകുട്ടികൾ ഒരേ യൂണിഫോമിൽ ഇട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മളെ വിളിക്കുക കേട്ടോ. പിന്നെ അതിന് മേളിലായിട്ട് അവരുടെ വീടുകളായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ താമസിക്കുന്ന വീടുകളായിരിക്കണം. എന്തായാലും അതും ഇതിനോടൊപ്പം തന്നെയുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് അവരുടെ മസാജിങ് കടകളോ അല്ലെങ്കിൽ വല്ല പാർലറുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിന് ബാക്കിലായിട്ട് അവരുടെ വീടുകളായിരിക്കും. ഇതാ ഇവിടെ കണ്ടില്ലേ ഒരു ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. അവർ കാണിച്ചാലും അവർ വീഡിയോ എടുക്കണ്ടെന്ന് പറയും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ അവരുടെ ഒരു പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. ഇത് കണ്ടില്ലേ ഈ ടൈപ്പ് മസാജുകളെല്ലാം ഉണ്ട്. 150 ബാത്ത് മുതൽ 200-300 ബാത്ത് വരെ എല്ലാ മസാജുകളും. മിക്കവാറും ചെയ്യുന്നത് ഫുഡ് മസാജാണ് കേട്ടോ. ഇത് കണ്ടില്ലേ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. ഇതൊരു സൈക്കിൾ കടയാണേ. സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടയാണ്. അവിടെ നിന്ന് ഫോറിനേഴ്സ് എല്ലാം സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിപ്പയറും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്ന വണ്ടി കണ്ടോ എന്തു ഭംഗിയാ. ഫോർഡിൻ്റെ റേഞ്ചർ വണ്ടി കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് MVD അടിച്ച് പൊക്കിയിട്ടുണ്ടാവും. ഇത് നോക്കി ഇത് നല്ലൊരു കൗതുക കാഴ്ച കേട്ടോ. അവരുടെയും പിള്ളേരൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഈ കാണുന്ന ബൈക്കുകളെല്ലാം തന്നെ റെൻ്റൽ ബൈക്കുകളാണ് കേട്ടോ. അതും ആർക്കെങ്കിലും വണ്ടി ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. ഇത് കണ്ടില്ലേ ഒരു സൈക്കിൾ തട്ടുകട പോലെ, സ്കൂട്ടർ തട്ടുകട. അവർ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് രാത്രി മുഴുവൻ അവരുടെ കച്ചവടങ്ങളായിരിക്കും. ഇവിടെ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകുന്തോറും ഒരുപാട് കടകൾ പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡുകളെല്ലാം കൂടി ചേർന്നിട്ട് നല്ല അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച് ഈ ടേബിളിൽ വന്നിരുന്ന് കഴിക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഇത്രയധികം കടകളുണ്ടെങ്കിലും ഇത് കണ്ടില്ല നിലമൊക്കെ എന്ത് വൃത്തിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് മീനൊക്കെ ഒപ്പിട്ട് വെച്ചാണ് തോന്നുന്നു. പിന്നെ അതുപോലെ കബാബ് പോലെ എന്തൊക്കെയോ ഉണ്ട്. മീനിൻ്റെ തന്നെയാണ് കേട്ടോ കബാബ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ട്. നൂഡിൽസ് യു ഹാവ്? I show you. And this noodle is tom yum. മറ്റുള്ളവർക്ക് ഇവിടുത്തെ ലാംഗ്വേജ് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മെനുവിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇത് ഏതൊക്കെ വേണോ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ തൊട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കി നമ്മളങ്ങനെ നൂഡിൽസ് പറഞ്ഞിരിക്കുകയാണ്.
കാരണം ഇവിടെയെല്ലാം വരുമ്പോൾ നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ നമ്മൾ കൊടുത്ത കാശിന് മൂല്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ തായ്ലാൻഡിനെ കുറ്റം പറയും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏത് നാട്ടിൽ പോകണോ ആ നാട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഏതാണോ അവിടുത്തെ ഏറ്റവും ഉള്ളത് നല്ലത് എടുത്ത് നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കണം. ഈ മൂപ്പര് ഭയങ്കര ഫേമസ് ആട്ടോ, ആളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, ഇവിടെ ഭയങ്കര ഫേമസ് ആൾ. അപ്പോൾ ഞങ്ങളൊരു നൂഡിൽസാണ് പറഞ്ഞിരിക്കുന്നത്. നൂഡിൽസ് നമ്മുടെ നാട്ടിൽ കാണുന്ന നൂഡിൽസ് പോലെയല്ല കേട്ടോ, ഭയങ്കര മാറ്റമുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും അപാര ടേസ്റ്റാണ്. പച്ചക്കുരുമുളകെല്ലാം അതേപടി ഇങ്ങനെ ഇട്ടിരിക്കുക, പിന്നെ അരച്ച് കലക്കി കുറേ എന്തൊക്കെയോ മസാല കൂട്ടുകളൊക്കെ ഉണ്ട്. എന്ത് തന്നെയാണ് നല്ല രസമുണ്ട് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ്. അതുകൂടാതെ തന്നെ ഇതാ ഇവിടുത്തെ ഫേമസ് ബീറുകളെല്ലാം ഉണ്ട്. നമ്മൾ എവിടെ പോലും അവിടുത്തെ ആളിനെ പരിചയപ്പെടില്ല. അങ്ങനെ പരിചയപ്പെട്ട ആളുടെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഇനിയും വരണം പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ച്. അതുകൂടാതെ തന്നെ നമുക്ക് ഇനി വേറെ സ്ഥലങ്ങളെല്ലാം കാണണമെന്നുണ്ട്. ഇതെല്ലാം രാത്രി വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേ നോക്കി ഒരു വണ്ടി ഒരു സ്കൂട്ടീൻ്റെ അത്ര വലിപ്പമുള്ളൂ, പക്ഷെ അടിപൊളി ബൈക്കാട്ടോ. ഇത് 7-Eleven എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തായ്ലാൻഡിൽ വരുന്നവർക്ക് ഏറ്റവും കൺവീനിയൻറ്റ് അതുപോലെ തന്നെ എക്കണോമിക്കലും ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പട്ടായ പാർക്ക്, ഇതിനകത്തോട്ട് ഇങ്ങനെ കുറേ ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു പാർക്കാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും നമ്മൾ കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമെന്നാണ് പറഞ്ഞ് നോക്കിയ ടവർ ഒന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ, എന്തോ കൺസ്ട്രക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്രെയിനിൽ ഇങ്ങനെ എന്തോ സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനർത്ഥം അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ്. പിന്നെ ഇവിടെയെല്ലാം രാത്രി വരാനാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ കാഴ്ച രാത്രി എങ്ങനെയുണ്ടെന്ന് നമ്മൾ എന്തായാലും ഒന്നുകൂടി കാണിക്കും കേട്ടോ. ആ കാണുന്നതെല്ലാം ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകളും ഹോമുകളൊക്കെ ഉണ്ടോ. അപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് വന്ന് അവിടെ താമസിക്കാൻ പറ്റും. ഈ കാണുന്ന ഒരു പബ്ബാണ് കേട്ടോ. അങ്ങോട്ട് കയറി പോകുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഈ സമയത്ത് തന്നെ നമ്മളെ വിളിച്ച് കയറ്റാനും ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ പെൺപിള്ളേരുടെ തലയൊക്കെ പിന്നുന്നത് ഒരു മുടിയുടെ ഒരു ഡിസൈനിങ് സെൻറ്റർ, പിന്നെ അതുകൂടാതെ തന്നെ കൊണ്ടാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പലതരം കൊണ്ടാട്ടം കേട്ടോ. ഇത് മാങ്ങാപ്പഴം കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് ഇതിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്കൂബ ഡൈവിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാക്കേജ് എടുത്തു തരുമെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും ഫ്രൂട്ട്സ് കടകളാണ്, ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകൾ. മാങ്ങയ്ക്ക് വലുപ്പം കണ്ടില്ലേ, ഇത് നമ്മൾ കാണാത്ത ഒരുപാട് പഴങ്ങൾ. ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവിടെയും ഉണ്ട്. ഇതേ ഒരു മഞ്ഞ സ്കൂട്ടിയാണ് കേട്ടോ. ഇങ്ങോട്ട് ഒരുപാട് ഫോറിനേഴ്സാണ് കേട്ടോ ഉള്ളത്, അധികം ഇന്ത്യക്കാരൊന്നുമില്ല. കാരണം പട്ടായയിൽ വാക്കിംഗ് സ്ട്രീറ്റ് പറഞ്ഞ് വേറൊരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ ആയിരിക്കും മിക്കവാറും മലയാളീസൊക്കെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഫോറിനേഴ്സ് ഉള്ള സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ക്രൗഡഡ് പറ്റില്ല, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഫോറിനേഴ്സും ഇതുപോലെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ടോ വരുന്നത്. നമ്മളും അതുപോലെ തന്നെ ഫ്രൂട്ട്സാണ് വാങ്ങുന്നത്. ശരീരത്തിന് നല്ലത് അതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് വാങ്ങിച്ച് കഴിക്കുന്നത്. മാക്സിമം എല്ലാവരും ഇങ്ങനെ ഫുള്ള് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ഇതേ കണ്ടില്ലേ, ഫിഷ് സ്പായാണ്. ഒരുപാട് പേര് ഇങ്ങനെ കാലിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ ഒന്നും ഫോട്ടോ എടുക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരുപാട് സ്പാളും മസാജുകളൊക്കെ പിന്നെയും കാണുന്നുണ്ട് കേട്ടോ. തായ്ലാൻഡിൻ്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സെക്സ് ടൂറിസം എന്ന് പറഞ്ഞത് തെറ്റിദ്ധാരണയാണെന്ന് ഇവിടെ വന്ന ഈ പകൽ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകാം. വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവരിവിടെ ചെയ്തിട്ട് ഇവരുടെ വരുമാന മാർഗം കൂട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓരോരോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഇവർ തരുന്നത്. കൂടുതലായും മരം കൊണ്ട് കൊത്തിയ ശില്പങ്ങളുമുണ്ട്. പിന്നെ അതുകൂടാതെ തുണിയിൽ നെയ്തെടുത്ത കുറേ ശില്പങ്ങളും അതുപോലെ തന്നെ ബാഗുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചിരട്ടിയിൽ പെയിൻ്റ് അടിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം മരത്തിൽ കൊത്തിയതാണേ. കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത വീഡിയോകളാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയൊന്നും അവരെ കാണിക്കരുത്. ഇതെന്തോ ഒരു ചെടിയാണ്, പച്ചിലൻ്റെ ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. അവരെന്തോ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കഫേ ആണ് കേട്ടോ, അതിൻ്റെ എന്തോ വിഭവം കിട്ടുന്ന കടയായിരിക്കണം. ഇത് കണ്ടില്ലേ, ഒരു മലയാള തനിമ, അതായത് കേരള തനിമയുള്ള ഒരു വീട് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു കേട്ടോ. ഇവിടുത്തെ നല്ലൊരു കോടീശ്വരൻ്റെ വീടായിരിക്കണം, കാരണം അത്രയും ലോണും എല്ലാ സെറ്റപ്പുകളും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കണമല്ലോ. ഈ കാണുന്നത് കണ്ടില്ലേ, ഒരു പെട്രോൾ ബങ്ക് കേട്ടോ. അതായത് ATM എങ്ങനെയാണോ നമ്മൾ പണം എടുക്കുന്നത് എന്ന പോലെ തന്നെയാണ് ഇവിടെ പെട്രോൾ അടിക്കുന്നത്. കണ്ടില്ലേ, ബൈക്കിൽ പെട്രോൾ അടിക്കാനായിട്ട് കാശ് ATM ഇടുന്ന പോലെ ഇട്ടു, എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് പെട്രോൾ അടിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ.